കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആസ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു യുദ്ധത്തെ പ്രതി ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ അവകാശത്തോടെ ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്നൊരു പ്രാർത്ഥനാ ഭാഗം ആസയുടേതാണ്. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ അത് കാണുന്നു. 15-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് സ്തോത്രം അസറിയാവെന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആസയോടും കൂടെയുള്ള ജനത്തോടും സ്തോത്രം ധൈര്യപ്പെടുത്തുന്ന ദൈവാലോചന കൈമാറുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നമ്മൾ വായിച്ച ഭാഗമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചത്, അല്ലേ? എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, കൂശനായ സേരഹ് എന്ന് പറഞ്ഞ മനുഷ്യൻ 10 ലക്ഷം ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടി അവൻ്റെ നേരെ പുറപ്പെട്ട് വരികയാണ് ആസയ്ക്കെതിരെ. അപ്പോൾ ആസയ്ക്കുണ്ടായിരുന്നത് 2 ലക്ഷം സ്തോത്രം 3 ലക്ഷം യഹൂദ്യരും ചെറുപരിചയം എടുക്കുവാനും വില്ലുകുലയ്ക്കുവാനും പ്രാപ്തരായ 2,80,000 പേരും. അങ്ങനെ ഏകദേശം 5 ലക്ഷത്തിനകത്ത് വരുന്ന ഒരു സൈന്യമാണ് ആസയ്ക്ക് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസയ്ക്ക് വൻപരിചയും കുന്തവും എടുത്തവരായി 3 ലക്ഷവും യഹൂദ്യരും 3 ലക്ഷം യഹൂദ്യരും ചെറുപരിചയം എടുക്കുവാനും വില്ലുകുലയ്ക്കുവാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീന്യരും ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, 2,80,000 3 ലക്ഷം, അപ്പോൾ 5,80,000 പേര്. പക്ഷേ കൂശനായ സേരഹ് വന്നത് 10 ലക്ഷം ആളുള്ള ഒരു സൈന്യം, അടുത്ത് 300 രഥവുമുള്ള ഒരു സൈന്യം. അപ്പം അങ്ങനെയാണ് അത്രയും. അപ്പോൾ ആസയേക്കാൾ ബലം അതിന് ഉണ്ടായിരുന്നു. പക്ഷേ ആസ അങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്ന പ്രാർത്ഥന വാചകം വെളിപ്പെട്ടു വന്നത് അവിടെ നിന്നാണ്. എന്നാൽ തുടർന്ന് അധൈര്യപ്പെട്ടോ ഭാരപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്ത ആസയ്ക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ദൂതുമായിട്ട് വന്ന അസറിയാവെന്ന മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ഓദേദിൻ്റെ മകനായ അസറിയാവിൻ്റെ മേൽ വന്ന അസറിയ പറയുന്ന വാക്കാണ്, നിങ്ങൾ ധൈര്യപ്പെടണം, ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്കെതിരെ വരുന്ന ശത്രു പ്രബലനാണ്. നമ്മളെക്കാൾ സൈന്യബലമോ ശക്തിയോ ബലമോ മഹത്വമോ ജ്ഞാനമോ വിവേകമോ ഒക്കെ അവനുണ്ടായിരുന്നിരിക്കാം. ശത്രു നമ്മളെക്കാൾ പ്രബലനാണ്. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൂത്, ശത്രു എത്ര തന്നെ പ്രബലപ്പെട്ട ലക്ഷങ്ങളോ കോടികളോ ഉള്ള സൈന്യം നമുക്കെതിരെ കയറി വന്നാലും ഒറ്റക്കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുള്ളിടത്തോളം കാലം നമ്മൾ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല, പേടിച്ചു പോകേണ്ട കാര്യമില്ല. സ്തോത്രം, നമ്മൾ മുന്നോട്ട് പോകുക, തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലം നിശ്ചയമായിട്ടും വെളിപ്പെട്ടു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ, ദൈവപ്രവർത്തികളിൽ, മുന്നോട്ടുള്ള നമ്മുടെ ആഗമനത്തിൽ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. ദൈവത്തിൽ ധൈര്യമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും. അതിനാൽ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകുവാൻ ദൈവമിടയെ തളർന്നിരിക്കുന്ന, ആശങ്കപ്പെട്ടിരിക്കുന്ന, സ്തോത്രം വീണ് പോകും എന്ന് ആ ഒരു ചിന്തയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് തളർന്നു പോകാതെ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാനും അവരുടെ പ്രവർത്തികൾക്ക് ഒരു ഫലം ദൈവം കൽപ്പിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.